RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കാത്തലിക് സഭയെപ്പറ്റി വളരെ നീണ്ടൊരു ആർട്ടിക്കിൾ വന്നു. അതായത് ഇന്ത്യയിലെ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്യുന്നത് കാത്തലിക് സഭയാണ്. അപ്പോൾ അതുമായിട്ട് വഖഫ് ബോർഡുമായിട്ട് കമ്പയർ ചെയ്ത് എത്ര സ്കൂളുകളുണ്ട്, എത്ര ആശുപത്രികളുണ്ട്, എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുദീർഘമായ സംഭവങ്ങളൊക്കെ വന്ന് കേരളത്തിലെ മീഡിയയിലും പൊളിറ്റിക്കൽ ലീഡേഴ്സും അതിനെ മറ്റൊരു രീതിയിൽ, അതായത് കോൺഗ്രസ് ആണെങ്കിലും CPM-ഉം ചില ചർച്ചിലെ ചില മെത്രാന്മാരും അവരൊക്കെ പറയുന്ന ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോകുന്നു, അത് കൊണ്ടുവരാൻ പോകുന്നു, ഇത് കൊണ്ടുവരാൻ പോകുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആ ആർട്ടിക്കിൾ തെറ്റായിരുന്നു, അതിൻ്റെ പേരിലാണ് അത് വിഡ്രോ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ടൊക്കെ. ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ, കാത്തലിക് സഭ, അതേപോലെ ഇവാഞ്ചലിക്കൽ സഭ ഇന്ത്യയിൽ നടത്തുന്ന പ്രവർത്തനം, അതിനെപ്പറ്റി സംഘപരിവാർ വലിയ രീതിയിലുള്ള ആരോപണം, ഈ പള്ളികൾ ആക്രമിക്കുക, അതേപോലെ ചർച്ചുകളിലെ പാസ്റ്റർമാരെ ആക്രമിക്കുക, ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്തവർ കാണാതിരിക്കുക. പിന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ വിട്ടുപോവുകയാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, ഐ എം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഓൾ ദീസ് നോൺസെൻസ്. പറയാനുള്ള കാര്യം ജേർണലിസ്റ്റിക്കലി പറയും. ഇന്ത്യയുടെ വിദ്യാഭ്യാസവും ഹെൽത്തും, ഇന്ത്യ നേരത്തെ അറിയപ്പെട്ടത് ഡാർക്ക് കോണ്ടിനെന്റ്, ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് ഇന്ത്യ അറിയപ്പെട്ടത്. അതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ചരിത്രം. അതിനെ മാറ്റിയെടുത്ത് എഡ്യൂക്കേഷനാണെങ്കിലും ഹെൽത്തിനും ഇന്ത്യയെ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ക്രിസ്ത്യൻ മിഷണറീസാണ്. അന്നൊന്നും ഈ പറയുന്ന സംഘപരിവാറും ഗ്രാപ്പും കോപ്പും ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കുക, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലെപ്രസി പേഷ്യൻസ് ഉണ്ടായിരുന്ന രാജ്യം നമ്മുടെ മഹാരാജ്യമായിരുന്നു. അതിൻ്റെ കാര്യം എന്താ? പല റീസൺസ് ഉണ്ട്. ട്രോപ്പിക്കൽ റീസൺസ് ഉണ്ട്, മറ്റ് പല റീസൺസ് ഉണ്ട്. ഇത് പകർച്ചവ്യാധിയാണ്. അതിനെ നേരിട്ടത്, അതായത് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്തത് ഇന്ത്യയിൽ വന്ന ക്രിസ്ത്യൻ മിഷണറീസാണ്. കാരണം ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്നവരും അവർ പറയുന്നത് ഈ ലെപ്രസി എന്ന് പറഞ്ഞ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അവരെ ശപിക്കപ്പെട്ടവനായിട്ട് കരുതണം. അതിൻ്റെ പേരിൽ ഇവരെ വീട്ടിലോ നാട്ടിലോ ഒന്നും കയറ്റില്ലായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ കുഷ്ഠരോഗികൾ തെരുവുകളിലൊക്കെ അങ്ങ് പെരുകി. പക്ഷെ ഇവരെ ശുശ്രൂഷിക്കുകയും റീഹാബിലിറ്റേറ്റും ചെയ്തത് ഇന്ത്യയിൽ വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്. സംഘപരിവാർ മനസ്സിലാക്കുക അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിനെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതായത് ആശുപത്രിയാണെങ്കിലും ഇതേപോലെ കുഷ്ഠരോഗികളാണെങ്കിലും ബാലഭവനാണെങ്കിലും, കാരണം ഇവിടെ പെൺകുട്ടികൾ പ്രസവിച്ചാൽ അവരെ കൊല്ലുന്ന പരിപാടി ഉണ്ടായിരുന്നു. കാരണം അന്ധവിശ്വാസത്തിൻ്റെ നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. സൂപ്പർട്ടീഷ്യസ് ബിലീഫ്സ് സതി ഉണ്ടായിരുന്ന നാടായിരുന്നു ഇന്ത്യ. അപ്പോൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം എക്സ്ട്രീമായിട്ട് സൂപ്പർട്ടീഷ്യസ് ബിലീഫ്സിൽ നിന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സമയത്തെ മഹാരാജ്യത്തെ, ഡാർക്ക് കോണ്ടിനെന്റിനെ, അതിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും മുൻപന്തിയിൽ ഇറങ്ങിയത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ്, വേറെ ആരുമല്ല. ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവർക്ക് ലാൻഡ് കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങളിപ്പം ഒരു എക്സാമ്പിൾ പറയാം. കേരളത്തിൽ ഈ കായംകുളത്തിനടുത്ത് നൂറനാട് എന്ന് പറഞ്ഞ ആ സ്ഥലം, അവിടെ ഒരു കുഷ്ഠരോഗ ആശുപത്രി, ഒരു സാനിറ്റോറിയം ഉണ്ടായിരുന്നു. ഹ്യൂജ് പ്രോപ്പർട്ടി ആയിരുന്നു. അതേപോലെ നിങ്ങളത് കേരളത്തിൽ പിന്നെ ഈ സംഭവം മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഇപ്പോഴുള്ളത് ഒരു സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ക്യാമ്പാണ്. ഇതേപോലെ ഇന്ത്യയിൽ പലയിടത്തും ഇവർക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടായോ? അതിനുവേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇഷ്ടം പോലെ സ്ഥലം കൊടുത്തു, ഈ കാത്തലിക്സിനാണെങ്കിലും ക്രിസ്ത്യൻസിനും കാരണം ഇവരാണ് ഇവരെ നോക്കുന്നത്, ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. മനസ്സിലാക്കുക സംഘപരിവാറുകാരനെ, ഇന്ത്യയിൽ ഇവരെ ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ ഏകദേശം 1000കണക്കിന് ക്രിസ്ത്യൻ മിഷണറിമാരെ, ഹെൽത്ത് വർക്കേഴ്സ് ഈ നാട്ടിൽ ഈ മണ്ണിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. നിന്റെ ഒരുത്തൻ പോലും ഇതിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ചോദ്യം ഡയറക്റ്റ് ആൻസറാണ്. നീയൊക്കെ ഒരുത്തൻ പോലും
ഈ പറയുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആരുമില്ലാത്തവന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ടോ? പിന്നീടാണ് ഇതൊക്കെ കണ്ടിട്ടാണ് പിന്നെ ബാബ ആംതെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പല പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത്. കാരണം തുടങ്ങിയത് ക്രിസ്ത്യൻ മിഷണറിയാണ്. ഇനി അടുത്തൊരു പോയിന്റ്, ഈ രാജാറാം മോഹൻ റോയ് സതി, അദ്ദേഹത്തെ ആരാ കൊണ്ടുവന്നത്? ബ്രിട്ടീഷുകാർ. എന്തിനാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ മുമ്പിൽ നിർത്തിയത്? കാരണം അയാൾ ഹിന്ദുവാണ്, ഇവിടുത്തെ ഒരു സമാജിൻ്റെ ഒരു ക്യാമ്പയിനറാണ് അന്ധവിശ്വാസത്തിൻ്റെ. കാരണം ഒരു ബ്രിട്ടീഷുകാരൻ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പം ഇന്ത്യയിലുള്ള ഹിന്ദു വിശ്വാസികൾ അതിനെ ഫോളോ ചെയ്യില്ല. അതിൻ്റെ പേരിലാണ് ബംഗാളിയായ രാജാറാം മോഹൻ റോയെ ഇതേപോലെ ഒരു ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. അതാദ്യം അങ്ങ് തലയ്ക്കകത്തിടുക. അതേപോലെ ബാബ അംബേദ്കർ, അദ്ദേഹത്തെ ആരാണ് UK വിട്ട് പഠിപ്പിച്ചത്? ഇത് കള്ള ഹിസ്റ്ററിയാണ് ഇന്ത്യ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനേക്കാളിലും ഇന്ത്യയിലുള്ള ഒരാൾക്ക് പോലും പറയാൻ പറ്റുന്നത് പ്രകാശ് അംബേദ്കർ. ഞാനുമായിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞൊരു ബ്രിട്ടീഷുകാരാണ് ഭീംറാവ് അംബേദ്കറെ ലണ്ടനിൽ വിട്ട് പഠിപ്പിച്ചത്. കാരണം അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഡർ വേണം. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഡാർക്ക് കോണ്ടിനെൻ്റിനകത്ത് എഡ്യൂക്കേഷൻ, ഇന്ത്യയിൽ ഇത്രയും ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഈ സംഘപരിവാറിൻ്റെ ഈ BJPയുടെ ആൾക്കാർ പാർലമെൻറ്റിൽ ഇത്രയും പേരിരിക്കുന്നു. അതിനകത്ത് 70% മുകളിൽ ക്രിസ്ത്യൻ സ്കൂളുകളിലും കോൺവെൻറ്റ് സ്കൂളുകളിലും പഠിച്ചവരാണ്. എന്താ നിങ്ങൾക്ക് ഇത് നടത്തിക്കൂടായിരുന്നു നേരത്തെ? അതേപോലെ ഞാൻ വേറെ കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഈ സംഘപരിവാറും BJPയുടെ ആൾക്കാരും RSSൻ്റെ ആൾക്കാരും അവരുടെയൊക്കെ മക്കളെയൊക്കെ പഠിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന്മാരെ അമേരിക്കയിലും ഈ ക്രിസ്ത്യൻ രാജ്യത്ത് എന്താ വിടുന്നത്? ഇവിടെ പഠിപ്പിച്ചുകൂടായി? ചോദ്യത്തിന് ഉത്തരം എന്താ? ഡയറക്റ്റ് റീസൺ എന്തുവാ? അത് ഡെവലപ്ഡ് നേഷനാണ്. അപ്പം അവിടെ പോയി പഠിച്ചിട്ട് ഈ അമേരിക്കയിൽ പോയിട്ട് എത്ര പേരെ അവർ കൺവേർട്ട് ചെയ്യുന്നത്? ഒരാളെങ്കിലും നിങ്ങൾ അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൺവേർഷനും പരിപാടിയൊക്കെ നടക്കും. അതതിൻ്റെ ഭാഗം. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാർ 200 വർഷം ഇന്ത്യ ഭരിച്ചു, എത്ര പേരെ കൺവേർട്ട് ചെയ്തു? ചോദ്യം ഡയറക്റ്റാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ദളിറ്റ്സിനെ ആദിവാസികളെ കൺവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ, ഡയറക്റ്റ് ക്വസ്റ്റ്യന്, ഇന്ത്യ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായേനെ. അവർക്കതിന് താല്പര്യമില്ലായിരുന്നു. അവർ മിഷൻ പരിപാടി അതും ഇതുമൊക്കെ നടത്തി. നിങ്ങൾ വെല്ലൂർ CMC കോളേജിൻ്റെ ഹിസ്റ്ററി നോക്കണം. അവിടെ വന്ന ഒരു അമേരിക്കക്കാരിയായ മദാമ, അതായത് അവരുടെ പിതാവ് മിഷണറിയാണ്. ഇവിടെ മിഷൻ വർക്കിന് വന്ന ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ ലെപ്രസി എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ്. പിന്നീട് അവർ പോയി അവർ മെഡിസിൻ കഴിഞ്ഞാണ്. എന്നിട്ട് അവിടെ അമേരിക്കയിൽ ഒരു മെഡിക്കൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവർ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ക്ലിനിക്കാണ് പിന്നീട് CMC വെല്ലൂരായിട്ട് വളർന്നത്. അതിൻ്റെ പ്രോപ്പർ മേജർ അജണ്ട എന്ന് പറയുന്നത് ലെപ്രസി റാഡിക്കേഷൻ ആയിരുന്നു. അവിടെയുള്ള എത്രയോ ഡോക്ടേഴ്സും ഹെൽത്ത് വർക്കേഴ്സും വേദന പോലും ഇല്ലാതെ മരിച്ചു. കാരണം ലെപ്രസി വന്നു കഴിഞ്ഞാൽ വേദന എടുക്കത്തില്ല. അതിൻ്റെയൊക്കെ പൂർണ്ണമായും ചരിത്രമുണ്ട് മുമ്പിൽ. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയെ പല ആവർത്തി മലേറിയ വന്നിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ്. ഈ നോർത്ത് ഈസ്റ്റൊക്കെ മലേറിയ വന്ന സമയത്ത് ഇന്ത്യൻ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പരാജയപ്പെട്ടു. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഇവരെ സഹായിക്കാൻ എത്തിയത് ആരാന്നറിയോ? ഈ വാറ്റിക്കാൻ അന്നിരുന്ന പോപ്പ് ഏകദേശം 4-5 ബ്രദേഴ്സ്, കാത്തലിക് ബ്രദേഴ്സിനെ വിടുന്നു. അവരാണ് ഈ മലേറിയ എന്ന് പറഞ്ഞ സാധനം അവിടുന്ന് ഈ ആൾക്കാരുടെ കൂടെ ശുശ്രൂഷിച്ച് ഇതിൽ വന്ന ആൾക്കാർ പോലും കാരണം ഗവൺമെൻറ്റിൻ്റെ മിഷണറി മുഴുവനും തകർന്ന് നാശമായിപ്പോയി. അവരാണിത് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷനുമായിട്ട് കാത്തലിക് മിഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ കയറുന്നത്. ഈ നോർത്ത് ഈസ്റ്റിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ പോയില്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, മ്യാൻമാർ പോലെ ആയിപ്പോയെന്ന് ഈ സംഭവം. അവിടെ ഡെവലപ്മെൻറ്റ് വന്നു, എഡ്യൂക്കേഷൻ വന്നു, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവർക്ക് ലോകത്തെവിടെയും ജോലി കിട്ടും. ഇന്നും ഈ RSS എന്ന് പറയുന്നവർക്ക്, സംഘപരിവാറിന് ഈ നോർത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എൻ്റെ കാര്യം എന്താ? കാരണം നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അവരെ നിങ്ങൾ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയുടെ ദളിറ്റ്സിനെയും ഇവിടെയുള്ള ട്രൈബ്സിനെയും നിങ്ങൾ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന മറ്റേ ജാതി സംഭവത്തിലാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, എത്രയോ വർഷം കൊണ്ട് സംഘപരിവാറും RSSും മറ്റുള്ളവരും ഈ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ എത്രയോ വർഷമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു?
പലയിടത്തും അടിയും പിടിയും കേസും ജബൽപൂരും ഒന്നും, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. എല്ലാ വർഷവും ഇത് ഇന്ത്യ നടക്കുന്നുണ്ട്, എല്ലാ മാസവും നടക്കുന്നുണ്ട്, എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയോ? എൻ്റെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇവരെ എവിടെയെങ്കിലും മാറ്റിയെടുക്കാൻ സാധിച്ചു? ഇന്ത്യയിൽ ഇന്നും ഏറ്റവും കൂടുതലും ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ദളിറ്റ്സ് ആണെങ്കിൽ ആദിവാസികളാണെങ്കിൽ പല ഭാഗത്തും, അവിടെ ഇന്നും ഗവൺമെൻറ് മിഷണറി പരാജയമാണ്. അവിടെ സക്സസ് ആയിരിക്കുന്ന കാത്തലിക് സ്കൂളുകളാണ്, കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം എന്തുവാ? അവർ ഹൈലി ഡെഡിക്കേറ്റഡ്. എന്തുകൊണ്ട് ഘർവാപ്പസി, അതായത് ട്രൈബൽ ലാൻഡിൽ വിജയിച്ചില്ല? കാരണം നിങ്ങൾക്കറിയോ? കാരണം ട്രൈബ്സിന് മനസ്സിലായി അവനെ മനുഷ്യനായിട്ട് സംഘപരിവാറുകാരനും ഈ പറയുന്ന ഘർവാപ്പസിക്കാരനും ഇപ്പോഴും അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന അവന് സമൂഹത്തിൽ അവനെ ട്രീറ്റ് ചെയ്യുന്നു, അവൻ്റെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതും അവന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അവൻ്റെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കുന്നതും ക്രിസ്ത്യൻ മിഷണറീസ് ആണ് പലയിടത്തും. അതായത് നേരത്തെ ഇരുന്ന ജയലളിത തമിഴ്നാട്ടിൽ എത്രയോ പ്രാവശ്യം ക്രിസ്ത്യൻ, ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് എത്രയോ പ്രശ്നമുണ്ടായി, പെൻഡക്കോസുകാർക്കെതിരെ പ്രശ്നമുണ്ടാക്കി. അവർ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് പല രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നീട് എന്താ ജയലളിത തന്നെ അഡ്മിറ്റ് ചെയ്തത് ഇവരെ തൊടാൻ പറ്റത്തില്ലെന്ന്? എന്താ കാര്യം? എന്താ കാരണം? തമിഴ്നാടെന്ന് പറയുന്ന അതിൻ്റെ അത് ഭൂരിപക്ഷമായിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റി ഇവർ കൺവേർട്ടായി. എന്താ പഞ്ചാബി സാധ്യത സംഭവിച്ച്? നിങ്ങൾ എന്തുകൊണ്ട് പഞ്ചാബിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല? എന്താണ് ആന്ധ്രയിൽ സംഭവിച്ചത്? ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്കിതൊന്നും തൊടാൻ പറ്റത്തില്ല. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യയിൽ എല്ലായിടത്തും പോസ്റ്റ് ഓഫീസുണ്ട്, എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനുണ്ട്, ചെറുതും വലിയ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇപ്പം ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസുകളിൽ എത്രയിടത്ത് സംഘപരിവാറിന് RSSന് യൂണിറ്റ് ഉണ്ട്? അതിൻ്റെ, അതായത് RSSനേക്കാളും 1000 മടങ്ങ് ശക്തമാണ് ഈ ക്രിസ്ത്യൻ മിഷണറീസ്. ആദ്യം തലയ്ക്കകത്തങ്ങ് ഇടുക. നിങ്ങൾക്ക് അവിടുന്ന് എത്താൻ പറ്റത്തില്ല. പല ലൊക്കാലിറ്റിയിലും പല ഭാഗത്തും വണ്ടിയില്ല, വള്ളമില്ല, ഒന്നുമില്ല. അവിടെ മനുഷ്യനെ കണ്ട് അവനെ ബോധിപ്പിച്ച് അവനെ സിമ്പിളി പറയാം, ഗോസ്പൽ പറയാം, ഗോഡ്സ് ലവ്, അഫെക്ഷൻ. ഇത് പറയാൻ പോയത് അതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളിവരെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അവരെ നോക്കാൻ മറ്റൊരാൾ വന്നു. ഈ എയ്ഡ്സ് വന്ന പേഷ്യൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഇന്ത്യയിൽ. ഞാൻ എൻ്റെ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം, നിങ്ങൾ എത്ര പേരെ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ കാണിച്ചു തരാം. കാത്തലിക് സഭ എവിടെയൊക്കെ നടത്തുന്നുണ്ട്. അവരെന്ത് പണം മേടിച്ചിട്ടാണ്? ഈ പറയുന്ന എയ്ഡ്സ് വന്ന പേഷ്യൻ്റ് ഉറപ്പായിട്ടും മരിക്കും. അവരെ നോക്കാനും ആഹാരം കൊടുക്കാനും ശുശ്രൂഷിക്കാനും എത്രയോ കാത്തലിക് സഭ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ എവിടെയാണ് സംഘപരിവാറുള്ളത്? ഞാൻ ഈ പറയുന്ന, ഞാൻ ഡൽഹിക്കാരനാണ്. ഞാൻ ഈ ഇന്ത്യയുടെ ഒരുവിധ ഭാഗം മുഴുവനും കണ്ടതാ. നിങ്ങൾ ഈ വാചകം അടിക്കുന്ന ഹിന്ദുത്വമൊക്കെ പറഞ്ഞാൽ ഇരുന്നാൽ മതി. ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ക്രിസ്ത്യൻ കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെ തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഡീപ്പായത്, അത്ര ഡീപ്പായിട്ട് ഇത് കയറി പോയേക്കുന്നത്. ഇനി അടുത്ത ഞാൻ ഈ ജബൽപൂർ മധ്യപ്രദേശ് സംഭവമാണ്. കാരണം പഴയ ഛത്തീസ്ഗഡ് എല്ലാം ചേർന്ന സംഭവമാണ്. അവിടെയുള്ള ട്രൈബൽ ബാക്ക്വേർഡ് ക്ലാസ്, അവരുടെ ഇടയ്ക്കോട്ട് ഈ ചമ്പൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. അവിടെയൊക്കെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റൊക്കെ കംപ്ലീറ്റ് കട്ട് ഓഫാണ്. പക്ഷെ അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന മലയാളികളായ സുവിശേഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവിടെ പോയി സുവിശേഷം ആൾക്കാരെ സഹായിക്കാനും വസ്ത്രം കൊടുക്കാനും ആഹാരം കൊടുക്കാനും. നിങ്ങൾ ഒരാളെയെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അവർ പണം കൊടുത്തിട്ടാണ്, ആഹാരം കൊടുത്തിട്ടാണ് അവരെ കൺവേർട്ട്. ഞാൻ ഇന്ന് ഈ പരിപാടി നിർത്താം, ചലഞ്ച് ചെയ്യാം. അതേപോലെ നിങ്ങൾ പറഞ്ഞു നടന്നത് മദർ ടെരേസയെ പറ്റി. മദർ ടെരേസ ചെയ്ത പോലെ ഒരു സംഭവം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കഴിഞ്ഞ 50 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം കുഞ്ഞുങ്ങളെ ആഹാരം കൊടുക്കാനില്ലാതെ കൊല്ലുന്നു, അല്ലെങ്കിൽ എവിടെ കൊണ്ടുവെക്കുന്നു. അവരെ എടുത്തു വളർത്തി എൻ്റെ കുട്ടിയാണ് എന്നും പറഞ്ഞ് മദർ ടെരേസ എടുത്ത് വളർത്തിയതിന് അവരെന്ത് പിഴച്ചു? നിങ്ങൾക്കതിനൊന്നും പറ്റുന്നില്ല. കാരണം ഇന്ത്യ ഒരു പട്ടിണി രാജ്യമായിരുന്നു. ഈ ഫാമിലിക്ക് പറ്റുന്നില്ല. കുഞ്ഞുങ്ങളെ കൊല്ലരുത്. ഈ കുഷ്ഠരോഗികളെ എടുത്തു വളർത്തി, രോഗികളെ ശുശ്രൂഷിച്ചു. ഇതാണോ ക്രിസ്ത്യൻ മിഷണറി? ഈ പറയുന്ന സംഘപരിവാർ നിന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിന്നെ കൊണ്ട് എവിടെ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. നിങ്ങൾ എത്ര എതിർത്താലും
ക്രിസ്ത്യൻ മിഷണറിയും ഇവിടെയുള്ള ഗോസ്പൽ, അതായത് ഗോസ്പൽ വർക്കേഴ്സ് തന്നെ പറയാം, ഈ പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത്. അതാണ് തമിഴ്നാട്ടിലും പഞ്ചാബിലും ഹരിയാനയിലും ഇന്ത്യയുടെ ബോർഡർ ബെൽറ്റുകളിലൊക്കെ കാണുന്നത്. നിങ്ങൾക്കൊന്നും അവിടെ എത്താൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ? എവിടെയെങ്കിലും എത്താൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അടുത്തുപോലും എത്താൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വിടുവാത്തരം പറഞ്ഞ് കാത്തലിക് സഭ ചർച്ച്, ഇവിടെ നിങ്ങൾ കാത്തലിക് സഭ എടുത്ത് ഇവിടെ ആർക്കാ പോകുന്നത്? കാത്തലിക് സഭ ആരുടെ ഗ്രാബ് ചെയ്തേക്കുന്നേ? ആരുടെയാണ് ഗ്രാബ് ചെയ്തേക്കുന്നത്? ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസ് ആരുടെ സ്വത്താണ് ഗ്രാബ് ചെയ്തേക്കുന്നേ? അവർ മിഷൻ പ്രവർത്തനം നടത്തുന്ന പേര് അത് പണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തു പലതും. ഇതേപോലെ സാനിറ്ററി ഇതേ ലെപ്രസിക്ക് വേണ്ടി സ്ഥലം കൊടുത്തു. ആ ലെപ്രസി ഇല്ലാതായി, ആ സ്ഥലം അവരുടേതായി. അങ്ങനെ എത്രയോ സ്ഥലങ്ങളുണ്ട്. ചുമ്മാ വിടുവാത്തരം പറയരുത്. നീ അവരിത് ചെയ്യുന്നു, മതപരിവർ. എടാ, നിന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുപോ. അവന് ആഹാരം കൊടുക്ക. ഒരാൾ 100 രൂപ കൊടുത്ത് നിങ്ങൾ 1000 രൂപ കൊടുക്ക. പണമുണ്ടല്ലോ, തിരിച്ചു വരുമല്ലോ. ചുമ്മാ വിടുവാത്തരം വിഡ്ഢിത്തരവൊന്നും കയറി പറയരുത്. പിന്നെ കേരളത്തിലെ, അതായത് ക്രൈസ്തവന്റെ പാട്രിയോട്ടിസത്തെ പറ്റിയൊന്നും ചോദ്യം ചെയ്യാൻ ഒറ്റ സംഘപരിവാറുകാരനും വളർന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ 7 പേരാണ് 1971 വാറിൽ പങ്കെടുത്തത്. എത്ര സംഘപരിവാറിന്റെ കുടുംബത്തിൽ കാണും? 7 പേര് ഒരേപോലെ 1971 വാറിൽ പങ്കെടുത്ത്. അതിനൊന്നും നീ വളർന്നിട്ടൊന്നുമില്ല. ഒരു RSS കാരൻ എന്നോടൊന്നും പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്, നിന്റെ വീട്ടിൽ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്? അത് ഇന്ത്യൻ പാട്രിയോട്ടിസത്തെ പറ്റി ഇന്ത്യൻ ക്രിസ്ത്യാനികളെ നിങ്ങൾ ചലഞ്ച് ചെയ്യാനായിട്ടില്ല. കാരണം അവൻ ഇന്ത്യക്കാരൻ തന്നെയാണ്, ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തതാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവൻ്റെ രക്തത്തിലും അവൻ ലൈഫിലും മുഴുവൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഒന്നും ഈ പറഞ്ഞ് വരട്ടാനൊന്നും നോക്കുകയൊന്നും വേണ്ട. ഇവിടെ പറഞ്ഞ കാത്തലിക് കമ്മ്യൂണിറ്റിയും വരട്ടാനൊന്നും നോക്കണ്ട. നിങ്ങളെക്കാളൊക്കെ വളരെ മുമ്പിൽ പല കാര്യത്തിലും. ഇവിടെ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, ഹെൽത്തിൻ്റെ സെക്ടറിൽ കൊണ്ടുവന്നു. ഈ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യണമെന്ന് പൂർണ്ണമായിട്ടും അടിയുറച്ച് വിശ്വസിക്കുന്നതാണ് ഇന്ത്യയിലെ ക്രൈസ്തവ ഗ്രൂപ്പുകൾ. അവരെ ഓർഗനൈസറി വന്ന കുറച്ച് RSS സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങൾ ഒലത്താവുന്ന വെച്ചൊരു കോപ്പ് ഇവിടെ നടക്കത്തില്ല. അതൊക്കെ അങ്ങ് പണ്ട് നടക്കും. ഇവിടെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരെ വളർത്തിയതൊന്നും ഇവിടെ ഇന്ത്യ ഭരിച്ച ഗവൺമെന്റ് ഒന്നും അല്ല. നേരത്തെ കോൺഗ്രസ് ഒന്നും വളർത്തിയിട്ടൊന്നുമില്ല, ഈ പറയുന്ന സംഘപരിവാറും വളർത്തിയിട്ടൊന്നുമില്ല. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മാത്രമാണ് പൊളിറ്റിക്കലി ഇവിടുത്തെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. മറ്റുള്ള സംസ്ഥാനത്ത് ഏത് പൊളിറ്റിക്സാണ് ഉള്ളത്? ഏത് രീതിയിലുള്ള സംഭവം? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണ്ടി ഇവിടെ താങ്ങുന്നതിൻ്റെ കാര്യം എന്താ? നിങ്ങൾക്ക് വിശ്വാസമായിട്ട് പോയി പഠിക്കാൻ പറ്റുന്നത് ഇന്ന് കാത്തലിക് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോയി പഠിക്കുന്നത്? എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഈ പറയുമ്പോഴും അമേരിക്കയിൽ പോകുന്ന ഹിന്ദുക്കൾ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? ചോദ്യം അങ്ങോട്ട് ചോദിച്ചു തരാം. ഇതിന് കൂടി ഉത്തരം എന്താ? അല്ല, വിടുവാത്തരം ഒന്നും കയറി പറയൊന്നും വേണ്ട. ഇന്ത്യയിലെ ക്രൈസ്തവരും കേരളത്തിലെ കാത്തലിക്സ് ആണ് ക്രൈസ്തവരും ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ ചലഞ്ച് ചെയ്യാനൊന്നും ഒരു സംഘപരിവാറിനും വളർന്നിട്ടില്ല, വളരാൻ പോകുന്നുമില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്,
അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചകളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.